ഉച്ചയ്ക്ക് 1:30 ബാണാസുര സാഗർ ഡാമിൻ്റെ ഒരു ഷട്ടർ 10 സെൻറ്റിമീറ്റർ ഉയർത്തിയത്. ഇന്നലെയാണ് KSEB അധികൃതർ ഡാം ഷട്ടർ ഉയർത്താൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോട് അനുമതി തേടിയത്. അങ്ങനെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി 50 ക്യൂബിക് മീറ്റർ വരെ ജലം പുറത്തേക്ക് ഒഴുകാൻ KSEBക്ക് അനുമതി നൽകുകയായിരുന്നു. ഇന്ന് രാവിലെ 8 മണിക്ക് ഷട്ടർ തുറക്കാനാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞു, നീരൊഴുക്ക് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ രാവിലെ ഷട്ടർ തുറന്നില്ല. പിന്നീട് ഉച്ചയോടെ 1:30 തുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ മുന്നറിയിപ്പുകളും നൽകി 3 സൈറനുകൾ മുഴക്കിയ ശേഷമാണ് ഷട്ടർ തുറന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ പുഴയിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ കരയിൽ താമസിക്കുന്ന ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യമില്ല. പക്ഷേ എങ്കിലും ജില്ലാ ഭരണകൂടം എല്ലാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷട്ടറേ തുറന്നിട്ടുള്ളൂ, 10 സെൻറ്റിമീറ്റർ. പുഴ കവിഞ്ഞൊഴുകാനുള്ളൊരു സാധ്യത ഉണ്ടോ? പുഴ കവിഞ്ഞൊഴുകാനുള്ളൊരു ചാൻസ് കാണുന്നില്ല. 10 സെൻറ്റിമീറ്റർ തുറന്നിട്ടുള്ളൂ. രാവിലെ 8:30 തുറക്കുമെന്ന് പറഞ്ഞതാ. ഇപ്പോൾ 1 മണിക്കെങ്ങാണ്ടാന്ന് തുറന്നത്. വലിയ ആൾക്കാരും ബഹളമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. പുഴയിൽ വലിയ രീതിയിൽ വെള്ളം ഉണ്ടോ ഇപ്പോൾ? ഇല്ല, മാന്യമായൊരു വെള്ളമേ ഉള്ളൂ. കാര്യം കൂടുതലായിട്ടൊന്നും ഇല്ല. അതുതന്നെയാണ് ആശ്വാസകരമായ കാര്യം. പുതുശ്ശേരി പുഴയിൽ അടക്കം ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് ഡാം തുറന്നാലും വെള്ളം ഉയരാനുള്ള സാഹചര്യമില്ല. എങ്കിലും എല്ലാ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഉച്ച മുതൽ വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട്, തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ എവിടെയും തീവ്ര മഴയോ അതിതീവ്ര മഴയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഇപ്പോൾ ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.